നമസ്കാരം, ശിവാനീസ് റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ജൂലൈ 19 കർക്കടകം 4 വെള്ളിയാഴ്ച. ചരിത്രത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1969 ജൂലൈ 19 ഇന്ത്യ ഗവൺമെന്റ് 14 പ്രധാന വാണിജ്യ ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്. ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ദേന ബാങ്ക്, അലഹബാദ് ബാങ്ക്, യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയായിരുന്നു ആ ബാങ്കുകൾ. 1969 ജൂലൈ 19 അപ്പോളോ 2 അതിന്റെ ബഹിരാകാശ യാത്രികരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ, മൈക്കൽ കോളിൻ എന്നിവർ ചന്ദ്രന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. 1993 ജൂലൈ 19 പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ സ്വവർഗാനുരാഗികളെ സൈന്യത്തിൽ സേവിക്കാൻ അനുവദിക്കുന്ന ഒരു നയം പ്രഖ്യാപിച്ചു. ചോദിക്കരുത്, പറയരുത്, പിന്തുടരരുത് എന്നതായിരുന്നു ആ നയപ്രഖ്യാപനത്തിന്റെ ആപ്തവാക്യം. മലയാളത്തിലെ പ്രശസ്തയായ കവയത്രിയായിരുന്ന ബാലാമണിയമ്മയുടെ ജന്മദിനമാണ് ജൂലൈ 19. മാതൃത്വത്തിന്റെ കവയത്രി എന്നായിരുന്നു നാലപ്പാട്ട് ബാലാമണിയമ്മ അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ സേനാനിയും ധീരയോദ്ധാവുമായിരുന്ന മംഗൾ പാണ്ഡെയുടെ ജന്മദിനം. 1827 ജൂലൈ 19 കിഴക്കൻ ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ നഗ്വ ഗ്രാമത്തിൽ ജനിച്ച മംഗൾ പാണ്ഡെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ സൈനികനായിരുന്നു. അദ്ദേഹം 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കലാപത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. ഇത് ശിപായി ലഹള എന്നും അറിയപ്പെടുന്നു. ഇന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോജർ ബിന്നിയുടെ ജന്മദിനം. 1955 ജൂലൈ 19 ജനിച്ച റോജർ ബിന്നി 1979 മുതൽ 87 വരെ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിനെ പ്രതിനിധീകരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. ബാംഗ്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഓൾറൗണ്ടർ ആയിരുന്ന ബിന്നി ഇടത്തരം ഫാസ്റ്റ് ബൌളിംഗിലും ഹാൻഡി ലോവർ ഓർഡർ ബാറ്റിംഗിലും പ്രഗത്ഭനായിരുന്നു. ഇന്ന് ഹർഷ ഭോഗ്ലെയുടെ ജന്മദിനം. ഉൾക്കാഴ്ചയുള്ള വിശകലനത്തിനും ആകർഷകമായ കമന്ററിക്കും പേരുകേട്ട ഇന്ത്യൻ ക്രിക്കറ്റ് കമന്റേറ്ററും പത്രപ്രവർത്തകനുമായ ഹർഷ ഭോഗ്ലെയുടെ ജന്മദിനം. 1961 ജൂലൈ 19 അദ്ദേഹം ഹൈദരാബാദിൽ ജനിച്ചത്. 1990കളിൽ ആകാശവാണിയിൽ റേഡിയോ കമന്ററി നൽകാൻ തുടങ്ങിയതോടെയാണ് ക്രിക്കറ്റ് കമന്റേറ്ററായി ഭോഗ്ലെയുടെ യാത്ര ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ ആകർഷകമായ ശബ്ദം, കളിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്, ചിന്തകൾ ഫലപ്രദമായി പ്രകടിപ്പിക്കാനുള്ള വൈഭവം എന്നിവ അദ്ദേഹത്തെ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ജനപ്രിയനാക്കി. നാളെ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.